ഈ പാളങ്ങളിലൂടെ തീവണ്ടി ഓടിത്തുടങ്ങിയിട്ട് 102 വർഷം കഴിയുന്നു. എത്രയോ കഥകൾ ഈ പാളങ്ങൾക്കും അതിലൂടെ ഓടിയ വണ്ടികൾക്കും പറയാനുണ്ടാകും. എത്രയോ സ്വപ്നങ്ങൾ, എത്രയോ തേങ്ങലുകൾ, എത്രയോ വിതുമ്പലുകൾ. എല്ലാത്തിനും മൂകസാക്ഷിയായി എന്തെല്ലാം സംഭവിച്ചിട്ടും ഋതുഭേദങ്ങൾ താണ്ടി ഈ പാത നീണ്ടു പോകുന്നു. മറുകര വരെ, അങ്ങ് ദൂരെ വരെ. മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ, ബട്ട് ഐ ഗോ ഫോർ എവർ. പണ്ട് ഏതോ കവി പാടിയതുപോലെ ഇതാണ് എല്ലാ തീവണ്ടിപ്പാളങ്ങളുടെയും കഥ. ഇവിടെയും കഥ മറിച്ചല്ല. കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയ്ക്കും അതിനപ്പുറം പഴയ മദ്രാസ് എന്ന ഇപ്പോഴത്തെ ചെന്നൈയിലേക്കും ആളും അർത്ഥവും വഹിച്ചുകൊണ്ട് ഈ പാതയിലൂടെ 100 വർഷത്തിലേറെയായി സഞ്ചരിച്ചിരുന്ന മീറ്റർ ഗേജ് പാതയിൽ കാര്യമായ വൻ അപകടങ്ങൾ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നത് ഇതൊരു ലക്ഷണമൊത്ത പാതയായതിനാലാകാം. അത്യപൂർവവും അസാധാരണവുമായ ഒരു തീവണ്ടിപ്പാതയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽപാത. പലതുകൊണ്ടും ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പാതയിൽ കന്നിയോട്ടത്തിന് തീവണ്ടി എത്തിയത് കടലിലൂടെ എന്നത് ചരിത്രത്തിലെ കൗതുകം. പാതനിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടന ദിവസം നിശ്ചയിച്ചപ്പോൾ പ്രകൃതിക്ഷോഭത്തെ തുടർന്ന് ആര്യങ്കാവിൽ ചുരമിടിഞ്ഞ് പാതയിൽ മണ്ണുമൂടി. ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലത്തേക്കായിരുന്നു കന്നിയോട്ടം നിശ്ചയിച്ചിരുന്നത്. ശ്രീമൂലം തിരുനാളായിരുന്നു അന്നത്തെ വേണാട് രാജാവ്. രാജകൽപ്പന അനുസരിച്ച് തീവണ്ടിയുടെ ഭാഗങ്ങൾ തൂത്തുക്കുടിയിൽ നിന്ന് പത്തേമാരിയിൽ കൊല്ലം കൊച്ചുപ്ലാമൂട് തുറമുഖത്തെത്തിച്ച് ഇളക്കി മാറ്റി കഷ്ണങ്ങളാക്കിയ തീവണ്ടി ഭാഗങ്ങൾ കാളവണ്ടിയിൽ റെയിൽവേ മൈതാനത്തെത്തിച്ച് വീണ്ടും സംയോജിപ്പിച്ച് യാത്രയ്ക്ക് തയ്യാറാക്കി. 1904 ജൂൺ 1 കൊല്ലത്തു നിന്നും പുനലൂർ വരെ പാസഞ്ചർ വണ്ടി കന്നിയോട്ടം നടത്തി. ആ വർഷം നവംബർ 26 പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പാസഞ്ചർ വണ്ടി ഓടി.
ഇത് ഒരു ചരിത്ര വിജയമായിരുന്നു. കാരണം പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള പാത സഹ്യന്റെ മാറിലൂടെ കൊടും കാടുകളും കാട്ടരുവികളും താണ്ടിയുള്ള പാത നിർമ്മാണത്തിൽ ബ്രിട്ടീഷ് റെയിൽവേയിലെ എഞ്ചിനീയർമാരെ ഏറെ വിഷമിപ്പിച്ചത് തെന്മലയ്ക്കും തമിഴ്നാട് അതിർത്തിക്കുമിടയിലെ പടുകൂറ്റൻ പാറകളിൽ നിർമ്മിക്കേണ്ടി വന്ന 5 തുരങ്കങ്ങളാണ്. ഇവയ്ക്കെല്ലാം കൂടി വേണ്ടിവന്നത് 2800 അടി നീളവും. ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ ഒരുപക്ഷെ അധികമാർക്കും അറിവില്ലാത്ത ഒരു ദുരന്ത കഥ കൂടിയുണ്ട്. തെന്മല സ്റ്റേഷന് സമീപം തുരങ്ക നിർമ്മാണവേളയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം ഇടിഞ്ഞമർന്ന് നിർമ്മാണത്തൊഴിലാളികളായ ആസാം കൂലീസ് എന്ന തൊഴിലാളികളും അവരെ നിയന്ത്രിച്ചിരുന്ന ഇംഗ്ലീഷുകാരായ എഞ്ചിനീയർമാരും മരിച്ചു. ഇവരെ രക്ഷിക്കാൻ ഒരു ശ്രമം പോലും അന്നുണ്ടായില്ല എന്ന് റെയിൽവേയുടെ ചരിത്ര ബുക്കുകളിൽ പറയുന്നു. അതിനുശേഷം ദിശ മാറ്റി പുതിയ പാത നിർമ്മിച്ചു. ഇപ്പോഴും തകർന്ന ടണലിന്റെ കുറേ ഭാഗം നമുക്ക് സഞ്ചാരയോഗ്യമാണ്. ഭൂമിയുടെ മാറിലെ പാറകളിൽ കാര്യമായ യന്ത്രങ്ങളൊന്നുമില്ലാതെ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കങ്ങളിൽ തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ കുട്ടികളിലെ കൗതുകം മുതിർന്നവരും ഏറ്റുവാങ്ങുന്നു. തുരങ്കങ്ങളിൽ വലുത് ആര്യങ്കാവിലേത്. ഇതിന് 1 കിലോമീറ്ററോളം നീളമുണ്ട്. തുരങ്കം ആരംഭിക്കുന്ന ഭാഗം കേരളത്തിലും അവസാനിക്കുന്നത് തമിഴ്നാട്ടിലുമാണ്. അതിന് തൊട്ടടുത്ത് പ്രസിദ്ധമായ എസ് വളവ്.
ഇവിടം മുതൽ ആകൃതിയിലും പ്രകൃതിയിലും വളരെ ഹൃദ്യമായ സെന്തമിഴ്നാടിന്റെ ഉഷ്ണക്കാറ്റ് നമ്മെ വരവേൽക്കുമ്പോൾ തെങ്ങോലകളിലും വേലികളിലുമിരുന്ന് പീലി വിടർത്തി നൃത്തമാടുന്ന മയിലുകൾ നമുക്കൊരാനന്ദമാണ്. കഴുതുരുട്ടിയിലെ 13 കണ്ണറ പാലവും അതിലൂടെയുള്ള യാത്രയും ഒരനുഭവം തന്നെയാണ്. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ കരവിരുതിൽ പാറ കീറി കഷ്ണങ്ങളാക്കി അവയിൽ കൊളുത്തുകൾ കൊത്തി ലോക്കിംഗ് സിസ്റ്റത്തിലൂടെ ആർച്ചുകൾ നിർമ്മിക്കുമ്പോൾ സഹായകമായി കുമ്മായവും സുർക്കിയും പഞ്ചസാരയും കൂട്ടിയരച്ച് ഒരു മിശ്രിതമുണ്ടാക്കി ഉപയോഗിച്ചിരുന്നു. കൂടാതെ ചിലയിടങ്ങളിൽ വെള്ളി ഉരുക്കി ഒഴിച്ചും പാറകളെ തമ്മിൽ സംയോജിപ്പിച്ചിരുന്നു. കമ്പിയുടെയോ സിമന്റിന്റെയോ സഹായമില്ലാതെ അവർ നിർമ്മിച്ച ഈ അപൂർവ പാലങ്ങൾ എത്രയോ പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിച്ച് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഈ നിർമ്മാണത്തിലെ പ്രത്യേകത നമ്മെ പലതും പഠിപ്പിക്കുന്നു. ഈ പാതയിലൂടെ ആദ്യമോടിയ മീറ്റർ ഗേജ് തീവണ്ടി കൽക്കരിയും ജലവും ഉപയോഗിച്ചുള്ള സാക്ഷാൽ തീവണ്ടി തന്നെയായിരുന്നു. കൽക്കരി കൊണ്ട് വെള്ളം തിളപ്പിച്ച് നീരാവിയാക്കി അവയുടെ സഹായത്താൽ എഞ്ചിന്റെ ചക്രങ്ങളെ കറക്കി മുന്നോട്ടു നീങ്ങുന്ന രീതി. ഇതിനുവേണ്ടി പല സ്റ്റേഷനുകളിലും വലിയ വാട്ടർ ടാങ്കുകളും നിർമ്മിച്ചിരുന്നു. 80കളിൽ കൽക്കരി എഞ്ചിൻ വഴിമാറുകയും ഡീസൽ എഞ്ചിൻ വരികയും ചെയ്തു. ഇപ്പോൾ ഈ പാതയിലൂടെ 14ഓളം പാസഞ്ചർ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നു. കൊല്ലത്തുനിന്നും കിഴക്കോട്ട് സഹ്യന്റെ മാറിലൂടെ സെന്തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെത്തുമ്പോൾ നാം പിന്നിടുന്നത് 108 കിലോമീറ്ററാണ്. കേരളത്തിൽ മറ്റൊരു പാതയിലും കാണാൻ കഴിയാത്ത അത്യപൂർവമായ 5 തുരങ്കങ്ങളാണ് ഈ പാതയിലുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടാകാം ഇന്ത്യൻ സിനിമയ്ക്ക് ഇതെല്ലാം അവരുടെ ഇഷ്ട ലൊക്കേഷനുകളാകുന്നത്. മുൻപ് പലപ്പോഴും ആനക്കൂട്ടങ്ങൾ പുനലൂരിനും ആര്യങ്കാവിനുമിടയിൽ ഈ വണ്ടിക്ക് തടസ്സം നിന്നിട്ടുള്ളതായി പഴമക്കാർ പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ദിവസവും എത്തുന്ന ഭിക്ഷക്കാരും തമിഴരുടെ ഗൾഫായ കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവരും ചെറുകിട വ്യാപാരികളും വിദ്യാർത്ഥികളും എന്തിന് ജീവിതത്തിന്റെ നാനാ തുറകളിലെയും മനുഷ്യർ ഈ മീറ്റർ ഗേജ് വണ്ടിയിൽ വർഷങ്ങളായി യാത്ര ചെയ്യുന്നു. ഈ മുത്തശ്ശിക്ക് ഇനി അധികം ആയുസ്സില്ല. പണ്ട് കുഞ്ഞുമോനച്ചായൻ പറഞ്ഞതുപോലെ ഏറിയാൽ അരനാഴിക നേരം. നീണ്ട കാത്തിരിപ്പുകളുടെ അവസാനം ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി 100 വർഷത്തിലേറെ പ്രായമുള്ള കൊല്ലം പുനലൂർ മീറ്റർ ഗേജ് പാത 2007 മെയ് 1 നിർത്തലാക്കി. ബ്രോഡ്ഗേജിലേക്കുള്ള മാറ്റത്തിനു വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു.
ഒടുവിൽ ഒരു മലയോര നഗരത്തിലെ ജനതയുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ച് 2010 മെയ് 13 കൊല്ലം പുനലൂർ തീവണ്ടിപ്പാത ബ്രോഡ് ഗേജായി മാറി. കന്നിയാത്രയെ കൊട്ടും കുരവയും ആഘോഷങ്ങളുമായി ഒരു ജനത നെഞ്ചിലേറ്റിയപ്പോൾ പ്രകൃതി പോലും ആനന്ദത്തിൽ ആറാടി. കൊല്ലത്ത് നിന്ന് ആരംഭിച്ച് കൊല്ലം ജില്ലയുടെ മാറിലൂടെ മാത്രം സഞ്ചരിച്ച് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെത്തുന്ന ഒരപൂർവ തീവണ്ടിപ്പാതയായ ഇത് ഒരുപക്ഷെ ഇനി അറിയുന്നത് മറ്റേതെങ്കിലും ഒരു പേരിലായിരിക്കും. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ അവശേഷിച്ചിരുന്ന ഏക മീറ്റർ ഗേജായ പുനലൂർ ചെങ്കോട്ട പാത 2010 സെപ്റ്റംബർ 20 പുതിയ മാറ്റത്തിനു വേണ്ടി നിർത്തലാക്കി. ഈ പാളങ്ങളെ ഉപേക്ഷിച്ച് അതിലൂടെ ഇതുവരെ ആളും അർത്ഥവും വഹിച്ചുകൊണ്ട് ഓടിയിരുന്ന തീവണ്ടി എന്നേക്കുമായി യാത്രയായപ്പോൾ വേദനയോടെ വിതുമ്പലോടെ ജനം യാത്രാമൊഴി ചൊല്ലി. അങ്ങനെ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി.